മണ്ണെണ്ണ വിളക്കിൽ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തിരി നമ്മൾ മണ്ണെണ്ണയിൽ മുക്കുമ്പം മണ്ണെണ്ണ തിരിയിലേക്ക് കൂടി മുകളിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പം ആ ഒരു പ്രോസസ്സ് അതിനെ നമ്മൾ ക്യാപ്പിലാരിറ്റി എന്നാണ് വിളിക്കുക. ക്യാപ്പിലാരിറ്റി എന്ന് വെച്ചാൽ എന്താ? ദ റൈസ് ഓർ ഫോൾ ഓഫ് ലിക്വിഡ് ത്രൂ എ കാപ്പിലറി ട്യൂബ്. കാപ്പിലറി ട്യൂബ് എന്ന് പറയുമ്പം ഉദ്ദേശിക്കുന്നത് എനി ട്യൂബ് വിത്ത് എ നാരോ ഹോൾ ഇൻ ഇറ്റ്. മണ്ണെണ്ണ വിളക്കിൻ്റെ കേസിൽ ആ തിരി എന്ന് പറയുമ്പം അത് ചെറിയ ഹോൾസ് ഉണ്ടാവും അതിൻ്റെ അകത്ത്. അപ്പം ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ കാപ്പിലറി ട്യൂബ്. വേറെയും കുറേ കാപ്പിലറി റൈസിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നേച്ചറിൽ തന്നെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിക്കാൻ പോകുന്നത് കാപ്പിലാരിറ്റീനെ കുറിച്ചാണ്. അപ്പോൾ കാപ്പിലാരിറ്റീൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞു, കാപ്പിലറി ട്യൂബ് എന്താണെന്ന് അത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ എത്രത്തോളം റൈസാണ്, എത്രത്തോളം ഹൈറ്റിലേക്കാണ് ലിക്വിഡ് ഒരു കാപ്പിലറി ട്യൂബ് ഉണ്ടെങ്കിൽ അതിലേക്ക് കൂടി പോവുക, അതിൻ്റെ ഒരു ഡെറിവേഷനാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന മുന്നേ ആദ്യം നമുക്കൊരു ബീക്കർ കൺസിഡർ ചെയ്യാം. ഓക്കെ, ബീക്കറിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൻ്റെ സർഫസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം ഒരു പോയിന്റ് എ എടുക്കാം, വേറൊരു പോയിന്റ് ബി എടുക്കാം. പോയിന്റ് എയും പോയിന്റ് ബിയും എന്താ? ഒരേ ഹൊറിസോണ്ടൽ ലെവലിൽ നിൽക്കുന്ന രണ്ട് പോയിന്റ്സ് ആണ്. അപ്പം അക്കോർഡിംഗ് ടു ദ ലിക്വിഡ് പ്രഷർ പ്രോപ്പർട്ടി, പ്രഷർ അറ്റ് എ ഷുഡ് ബി ഈക്വൽ ടു പ്രഷർ അറ്റ് ബി. കാരണം അത് ഒരേ ഹൊറിസോണ്ടൽ ലെവലിൽ നിൽക്കുന്നതാണ്. ഒരേ ഹൊറിസോണ്ടൽ ലെവലിൽ നിൽക്കുന്ന എല്ലാ പോയിന്റ്സിലും സെയിം പ്രഷർ ആയിരിക്കണം. ഈ ഒരു സിറ്റുവേഷനിൽ ഇത് കറക്റ്റാണ്. കാരണം പ്രഷർ അറ്റ് എ എന്താണ്? അതിൻ്റെ മുകളിൽ അറ്റ്മോസ്ഫിയർ ആണ് വരുന്നത്. സോ ദ പ്രഷർ അറ്റ് എ ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സിമിലർലി വാട്ട് ഇസ് പ്രഷർ അറ്റ് ബി? ബിൻ്റെ മുകളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് വരുന്നത്. സോ പ്രഷർ അറ്റ് ബി ഈസ് ഓൾസോ ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പം നമ്മൾ പറഞ്ഞ ലിക്വിഡ് പ്രഷറിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ കറക്റ്റ് ആവുന്നുണ്ട്. നൗ ഇൻ കേസ് ഇവിടെ പോയിന്റ് ബിയിൽ ഞാൻ ഒരു കാപ്പിലറി ട്യൂബ് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഒരു കാപ്പിലറി ട്യൂബിനെ ഇൻസേർട്ട് ചെയ്യാണ് പോയിന്റ് ബിയിൽ. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ സർഫസ് ടെൻഷൻ കാരണം നേരത്തെ ഇങ്ങനെ നിന്ന ലെവല് ചെറിയൊരു കേവ് ഇങ്ങനെയാണ്. അപ്പം അങ്ങനെ വരുമ്പം പ്രഷർ അറ്റ് ബി is not equal to pressure at A. അല്ലേ? അപ്പോൾ in this situation what happens? Pressure at A is not equal to pressure at B. Why? It is because of surface tension. അപ്പം ഇങ്ങനെ വരുമ്പം നേച്ചർ എന്താ ചെയ്യുക? ഈ രണ്ട് പ്രഷറും സെയിം ആവണം. അപ്പം പ്രഷർ സെയിം ആക്കാനുള്ള പ്രോസസ്സ് തുടങ്ങും. ആ പ്രോസസ്സിൽ എന്താ സംഭവിക്കുക? നമുക്കിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിക്കാം. ഇതാണ് നമ്മളെ കാപ്പിലറി ട്യൂബ്, ഇതാണ് ഹൊറിസോണ്ടൽ ലെവല്, ദിസ് ഇസ് അവർ പോയിന്റ് എ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് അവർ പ്രഷർ ബി. അപ്പം കാപ്പിലറി ട്യൂബ് ഇൻസേർട്ട് ചെയ്തപ്പം ഇവിടെ ചെറിയൊരു കേവ് വന്നു, ഒരു കോൺകേവ് സർഫസ് വന്നു. അപ്പോൾ പ്രഷർ അറ്റ് എ ഈസ് നോട്ട് ഈക്വൽ ടു പ്രഷർ അറ്റ് ബി. അപ്പോൾ അത് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും? ലിക്വിഡ് മുകളിലേക്ക് റൈസ് ചെയ്യും. ഓക്കെ, എവറിത്തിങ് ഇസ് ഹാപ്പനിങ് ബിക്കോസ് ഓഫ് സർഫസ് ടെൻഷൻ. ലിക്വിഡ് മുകളിലേക്ക് റൈസ് ചെയ്ത് ഒരു ഹൈറ്റിലെത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്യും. എന്തുകൊണ്ടായിരിക്കും ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്? കാരണം ഈ ഹൈറ്റിലെത്തുമ്പോൾ പ്രഷർ അറ്റ് എ will become equal to pressure at B. Clear? Upon what happens when a capillary tube is inserted in a beaker filled with water? In order to make the pressure equal, the water level rises in the capillary tube to a height h. At height h, pressure at A becomes equal to pressure at B. ഇതാണ് നമ്മളെ സ്റ്റാർട്ടിംഗ് പ്രോസസ്. ഓക്കെ, അപ്പം ഈ ഹൈറ്റിലാണ് പ്രഷർ അറ്റ് എയും പ്രഷർ അറ്റ് ബിയും ഈക്വൽ ആകും. നമുക്ക് എഴുതാം പ്രഷർ അറ്റ് എ ഇസ് നൗ ഈക്വൽ ടു പ്രഷർ അറ്റ് ബി. ഇനി ഈ സിറ്റുവേഷനിൽ വാട്ട് ഇസ് പ്രഷർ അറ്റ് എ? എയുടെ മുകളിൽ അറ്റ്മോസ്ഫിയർ ആണല്ലോ. അപ്പോൾ പ്രഷർ അറ്റ് എ ഇസ് നത്തിങ് ബട്ട് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ പി. നൗ വാട്ട് ഇസ് പ്രഷർ അറ്റ് ബി? പ്രഷർ അറ്റ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് എടുക്കാം. പോയിന്റ് സി എടുക്കാം. പോയിന്റ് സി ഈ കർവിൻ്റെ ജസ്റ്റ് താഴെയുള്ളൊരു പോയിന്റാണ്. അപ്പോൾ പ്രഷർ അറ്റ് ബി എന്ന് പറയുന്നത് സിൻ്റെ മുകളിലുള്ള പ്രഷർ അല്ലേ, സിൻ്റെ മുകളിലുള്ള പ്രഷർ പ്ലസ് സിൻ്റെ താഴെ എച്ച് ഹൈറ്റുള്ള ലിക്വിഡ് ഉണ്ട്. ആ എച്ച് ഹൈറ്റുള്ള ലിക്വിഡ് ഉണ്ടാക്കുന്ന പ്രഷറും. അപ്പം എച്ച് ഹൈറ്റുള്ള ലിക്വിഡ് ഉണ്ടാക്കുന്ന പ്രഷറിനൊരു ഫോർമുലയുണ്ട്. ഇറ്റ് ഇസ് എച്ച് റോ ജി. ഓക്കെ, സോ വാട്ട് ഈസ് പ്രഷർ അറ്റ് ബി? ഇറ്റ് ഇസ് എ പ്രഷർ അറ്റ് സി പ്ലസ് എച്ച് റോ ജി. ഇത്രയൊക്കെ ആയല്ലോ. ഇനി ഈ ഭാഗം ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച ഒരു സ്ഫെറിക്കൽ ഡ്രോപ്പിൻ്റെ കേസ് എടുക്കാം.
ഒരു സ്ഫെറിക്കൽ ഡ്രോപ്പാണ്. ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സർഫസ് ടെൻഷൻ കാരണം എന്താ സംഭവിക്കുന്നത്, ഡ്രോപ്പിൻ്റെ അകത്തുള്ള പ്രഷർ പി ഐ എന്ന് പേര് കൊടുക്കാം, പുറത്തുള്ള പ്രഷർ പി ഒ. അപ്പം ഡ്യൂ ടു സർഫസ് ടെൻഷൻ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് പി ഐ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ പി ഒ. അതായത് ഡ്രോപ്പിൻ്റെ അകത്ത് ഒരു എക്സസ് പ്രഷർ വരുന്നുണ്ട്. ആ എക്സസ് പ്രഷറിൻ്റെ ഫോർമുലയും നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഇറ്റ് ഇസ് പി ഐ മൈനസ് പി ഒ ഈക്വൽ ടു 2T/R അല്ലേ. ഇനി അതേപോലെ തന്നെ, അതായത് ഈ സ്ഫെറിക്കൽ ഡ്രോപ്പിൻ്റെ ഈ ഒരു സർഫസിന് സിമിലർ ആയിട്ടുള്ള ഒരു സർഫസ് ഇവിടെ ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യാം അല്ലേ. ഇതൊരു കോൺകേവ് സർഫസ് തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ തൊട്ട് താഴെയുള്ള പോയിന്റാണ് സി. അതായത് സി is actually equal to or similar to the point which is outside the spherical drop. Okay, so നമുക്ക് സിയിലുള്ള പ്രഷർ ഇവിടെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സിയിലുള്ള പ്രഷർ പി ഒ, പി ഔട്ട്സൈഡ് എന്ന് പറയാം. ഇവിടെ ഈ കോൺകേവ് സർഫസിന് നമുക്കൊരു സ്ഫെറിക്കൽ ഡ്രോപ്പ് ആയിട്ട് ഇവിടെ ഒന്ന് ഇമാജിൻ ചെയ്യാം. ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. ഇത്രയും മനസ്സിലായല്ലോ. അതായത് ഇതിങ്ങനെ ഒരു കോൺകേവ് സർഫസ് ഉണ്ടായിരുന്നു, ബാക്കിയുള്ള ഡോട്ടഡ് ലൈൻസ് ആയിട്ട് ഒരു സ്ഫെറിക്കൽ ഡ്രോപ്പ് ആയിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ആ സ്ഫെറിക്കൽ ഡ്രോപ്പിൻ്റെ റേഡിയസ് ആറാണ്. പിന്നെ ഇതും ഇവിടെ ഒരു ലൈൻ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ എടുക്കാം. ദിസ് ആംഗിൾ ഇസ് തീറ്റ. തീറ്റ ഇസ് ദി ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഓക്കെ, ഇതെത്രയായിരിക്കും? ഈ ഒരു ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് ആണ്, അത് സ്മോൾ ആർ ആണ്. ക്ലിയർ? അപ്പോൾ ക്യാപിറ്റൽ ആർ എന്താണ്? ഇമാജിൻ ചെയ്ത സ്ഫെറിക്കൽ ഡ്രോപ്പിൻ്റെ റേഡിയസ് ആണ്. സ്മോൾ ആർ എന്താണ്? കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ ഈ ഡ്രോപ്പിൻ്റെ അകത്തുള്ള പ്രഷർ പി ഐ വിൽ ബി ഗ്രേറ്റർ ദാൻ ദി പ്രഷർ വിച്ച് ഇസ് ഔട്ട്സൈഡ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്തുള്ള പ്രഷർ എന്ന് പറയുമ്പം ഇവിടെ നമ്മളിപ്പോൾ ഇമാജിൻ ചെയ്തിരിക്കുകയാണ് സ്ഫെറിക്കൽ ഡ്രോപ്പ്. ആക്ച്വലി ഇതിൻ്റെ മുകളിൽ അറ്റ്മോസ്ഫിയർ ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രഷർ എന്ന് പറയുമ്പം പി അറ്റ്മോസ്ഫിയർ ആണ് അല്ലേ. ജസ്റ്റ് ഔട്ട്സൈഡ് ദ സ്ഫെറിക്കൽ ഡ്രോപ്പ് എന്ന് പറയുമ്പം പി സിയിലുള്ള പ്രഷറാണ്. അത് പി സി അല്ലെങ്കിൽ പി ഒ എന്ന് കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ അകത്തുള്ള പ്രഷർ പി എ, പുറത്തുള്ള പ്രഷർ പി സി. അതായത് പി ഐക്ക് പകരം പി സി പി എ എന്ന് എഴുതാം. പി ഐ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് പ്രഷർ അല്ലേ. അപ്പോൾ ഇൻസൈഡ് പ്രഷർ പി എ ആൻഡ് വാട്ട് ഇസ് ദ പ്രഷർ ഔട്ട്സൈഡ്? ദാറ്റ് ഇസ് പി സി. ദാറ്റ് വിൽ ബി ഈക്വൽ ടു വാട്ട്? 2T/R. അതായത് നമ്മൾ സ്ഫെറിക്കൽ ഡ്രോപ്പിൻ്റെ കേസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയ? പി എ മൈനസ് പി സി ഈക്വൽ ടു 2T/R. ഫ്രം ദിസ് ഇക്വേഷൻ വാട്ട് ഇസ് പി സി ഈക്വൽ ടു? ദിസ് പി സി വിൽ ബി ഈക്വൽ ടു പി എ മൈനസ് 2T/R. അപ്പം ഈ ഒരു ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി സിൻ്റെ സ്ഥാനത്ത് എന്താ എഴുതാം? പി എ മൈനസ് 2T/R plus H rho g is equal to what? P. ഓക്കെ, ഇത് രണ്ടും നോക്കിയാൽ ഇതിൽ പി എയും പി എയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ഇക്വേഷനാണ് കിട്ടുന്നത്? വി ആർ ഗെറ്റിംഗ് H rho g equal to 2T/R. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ്, എത്ര ഹൈറ്റ് വരെയാണ് ലിക്വിഡ് റൈസ് ചെയ്യാൻ. അപ്പോൾ ഫ്രം ദിസ് ഇക്വേഷൻ വാട്ട് ഇസ് H ഈക്വൽ ടു 2T/R rho g. ഇതിൽ ആർ എന്ന് പറയുന്നത് നമ്മൾ ഇമാജിൻ ചെയ്ത സ്ഫെറിക്കൽ ഡ്രോപ്പിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് ആറ് മാറ്റിയിട്ട് സ്മോൾ ആറിലേക്ക് ഈ ഒരു ഇക്വേഷൻ കൊണ്ടുവരണം. അതിന് നമ്മൾ ഇവിടെ വരച്ച ഡയഗ്രാമിൽ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ക്യാപിറ്റൽ ആർ ആണ്, ബേസ് സ്മോൾ ആർ ആണ്, ആൻഡ് ആംഗിൾ ഇസ് തീറ്റ. ഫ്രം ദിസ് ട്രയാങ്കിൾ വാട്ട് ഇസ് കോസ് തീറ്റ? Cos theta will be equal to small r by capital R. So what is capital R equal to? R by cos theta. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? H is equal to 2T divided by R cos theta മുകളിൽ പോയി divided by rho g. Okay, this is a final equation. അതായത് ഇത്ര ഹൈറ്റ് വരെ നമ്മൾ ലിക്വിഡ് റൈസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വി ഫൈൻഡ് ദാറ്റ് ടി സർഫസ് ടെൻഷനാണ്, ആർ റേഡിയസ് ഓഫ് ദി കാപ്പിലറി ട്യൂബാണ്,
റോ ഡെൻസിറ്റിയാണ്, ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഇതെല്ലാം പോസിറ്റീവ് വാല്യൂസ് തന്നെയാണ്. കോസ് തീറ്റയ്ക്ക് എങ്ങനെ വാല്യൂസ് എടുക്കാൻ പറ്റും? അതിന് മാക്സിമം 1 വരെ പോകാൻ പറ്റും, മിനിമം -1 വരെ പോകാൻ പറ്റും അല്ലേ. അപ്പോൾ കോസ് തീറ്റൻ്റെ വാല്യൂ പോസിറ്റീവ് ആകുമ്പം എച്ച് പോസിറ്റീവാണ്, കോസ് തീറ്റൻ്റെ വാല്യൂ നെഗറ്റീവ് ആകുമ്പം എച്ച് നെഗറ്റീവാണ്. അപ്പം പോസിറ്റീവ് എടുക്കാം. കോസ് തീറ്റ പോസിറ്റീവ് ആണെന്ന് പറയുമ്പം എച്ച് പോസിറ്റീവ് ആണെന്ന് പറയുമ്പം എച്ച് കൂടുകയാണ് ചെയ്യുന്നത്. അതായത് cos theta എപ്പോഴാണ് പോസിറ്റീവ് ആവുക? cos theta is positive between the values when theta takes values between 0 to 90 degree അല്ലേ. അപ്പോൾ 0 to 90 degree അതായത് acute angle of contact acute angle ആണെങ്കിൽ ലിക്വിഡ് റൈസ് ചെയ്യും. അതേ സമയത്ത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒബ്റ്റ്യൂസ് ആണെങ്കിൽ cos theta നെഗറ്റീവ് ആവും. അപ്പോൾ എച്ച് നെഗറ്റീവ് ആവും. എച്ച് നെഗറ്റീവ് ആവും എന്ന് പറയുമ്പോൾ ലിക്വിഡ് ഫോൾ ചെയ്യും. ഓക്കെ, അപ്പം ഏത് കേസിലാണ് ലിക്വിഡ് അക്യൂട്ട് ആവുന്നത്? വാട്ടറിൻ്റെ കേസിൽ ലിക്വിഡ് അക്യൂട്ട് ആണ്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് അക്യൂട്ട് ആണ്. അപ്പോൾ വാട്ടർ വിൽ ഓൾവേസ് റൈസ് ത്രൂ എ കാപ്പിലറി ട്യൂബ്. അതേ സമയത്ത് മെർക്കുറിയുടെ കേസിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒബ്റ്റ്യൂസ് ആണ്. അപ്പം നമ്മൾ ഈ വാട്ടറിന് പകരം മെർക്കുറി എടുക്കുകയാണെങ്കിൽ മെർക്കുറി കാപ്പിലറി ട്യൂബിലേക്ക് കൂടി ഫോൾ ആണ് ചെയ്യുന്നത്. ക്ലിയർ?